ഹായ് ഹലോ നമസ്കാരം. രേഷ്മയാണേ. ഞാൻ എന്നും ചെയ്യുന്ന ചെറിയ ചെറിയ ജോലികളും ഒപ്പം മുറ്റം വൃത്തിയാക്കുന്നതും ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ചുറ്റും മരങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ഒരു സൈഡിൽ വെയിലുള്ളപ്പോൾ മറ്റേ സൈഡിൽ വെയിൽ കാണത്തില്ല. അപ്പം വെയിലില്ലാത്തിടത്ത് നിന്ന് വെയിൽ ഉള്ളിടത്തോട്ട് ഞാൻ തുണി മടക്കി ഇങ്ങനെ മാറ്റിയിടണേ. പിന്നെ പതിവ് പോലെ തന്നെ ബാക്കി അടുക്കളയിലെ പരിപാടികളെല്ലാം ഒതുങ്ങിയതിന് ശേഷമാണ് ഞാൻ പെരയ്ക്കകമൊക്കെ തൂക്കാൻ തുടങ്ങിയത്. ഞാൻ പാചകം ചെയ്യുന്ന വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഞാൻ ചിലന്തി വല എല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റെല്ലാം കുടഞ്ഞ് വിരിച്ചതിന് ശേഷമാണ് പെരയ്ക്കകമെല്ലാം അടിച്ച് വാരി തൂത്തു. പിന്നെ ഒന്ന് തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ദിവസവും തുടയ്ക്കത്തില്ല, പക്ഷേ ഇന്ന് ഞാൻ ഒന്ന് തുടച്ചു. എല്ലാം പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്ന് തുടച്ചതാണ്. പൊടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭിത്തിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ആ പെയിൻ്റ് ഉണ്ടല്ലോ, വൈറ്റ് വാഷ് അടിച്ചത്, അത് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇളകി വീഴുന്നുണ്ട്. അപ്പം മൂക്കും അണ്ണനും ഒക്കെ തുമ്മലുള്ളത് കൊണ്ട് ആ പൊടി തീരെ പറ്റത്തില്ല, അലർജിയാണ്. മൂക്കാണെങ്കിൽ ആ പൊടി നമ്മൾ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോള് വന്നാൽ തന്നെ അവൾക്ക് ആ പൊടി അടിച്ച് തുമ്മൽ വരും. അപ്പം അതുകൊണ്ടാണ് അത് ഞാൻ തുടച്ചതേ. അപ്പം മുറിക്കകമൊക്കെ തുടച്ചിട്ട് ഫാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫാൻ ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കോളും. പിന്നെ എന്നിട്ട് ഞാൻ ഹാളിലെ വാഷ് ഏരിയയും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ മാസ്കും ടവലും ഒന്നും ഉപയോഗിക്കാത്തത് അധികം പൊടിയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഞാൻ ഇന്നും ചെയ്യുന്നത് പോണക്ക് അങ്ങ് ചെയ്തു പോയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മാസ്കും ടവലും ഒന്നും ഉപയോഗിക്കാത്തത്. ഇതിന് മുമ്പ് ഞാനൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് ഒരാഴ്ച പോണക്കും ആയില്ലേ. പക്ഷേ എങ്കിൽ തന്നെ ഈ കുഞ്ഞായിട്ട് പൊടികളൊക്കെ എത്ര എന്ന് പറഞ്ഞാലും ഒരാഴ്ച ആയതേ ഉള്ളെന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ പൊടികൾ വരുമല്ലോ. അപ്പം ഉച്ചയ്ക്ക് കറിയൊക്കെ അരച്ചതിൻ്റെ മിക്സി അവിടെ ഇരിക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് തുടച്ച് വെച്ചിട്ട് കൗണ്ടർ ടോപ്പും ഒക്കെ ഞാൻ ഇതിനിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോളുടെ റൂമും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആഹാരം കഴിക്കാനുള്ള സമയമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്ന് മുടിയൊക്കെ കെട്ടി വീണ്ടും ഞാൻ അടുത്ത പരിപാടിയിലോട്ട് ഇറങ്ങിയേ.
ഹോളും സിറ്റ് ഔട്ടും ഒക്കെ ക്ലീൻ ചെയ്ത് പെരയ്ക്കകത്തെ ക്ലീനിങ് പരിപാടികളെല്ലാം അവസാനിച്ച് പിന്നെ ഉണങ്ങിയ കുറച്ച് തുണികളും ഉണ്ടായിരുന്നു, അതും മടക്കി വെച്ച് ബാലൻസ് തുണി ഇനിയും ഉണങ്ങാൻ മുറ്റത്ത് കിടപ്പുണ്ട്. അതിനുശേഷം നമ്മൾ മുറ്റം തൂത്ത് വാരാൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഇതാണ്ട് ഈ കൊച്ചു കൊച്ചു പോച്ച പിച്ചി കളയുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം. അതായത് നമ്മൾ ഇപ്പോൾ ഡെയിലി നമ്മൾ മുറ്റം തൂത്താൽ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു പോച്ച ഉണ്ടല്ലോ, അത് പിച്ചുക എന്നുള്ളത് പാടാണല്ലോ. വലുതാണെങ്കിൽ നമുക്ക് ഇത്ര പ്രയാസമില്ല. പിന്നെ ചെടികളൊന്നും നോക്കണ്ട, റബ്ബർ മരത്തിൻ്റെ ചൂടലായതുകൊണ്ട് നമുക്കിവിടെ ഇലച്ചെടികൾ മാത്രമേ കിളിക്കത്തുള്ളൂ. പൂക്കളുണ്ടാകുന്ന ചെടികളെന്ന് വെച്ചാൽ തെറ്റിയും റോസയും മാത്രമാണ് ഇതുവരെ പിടിച്ചിട്ടുള്ളത്. നമ്മൾ എത്ര ചെടി കൊണ്ട് നട്ടാലും ഇങ്ങനെ മുരടിച്ച് നിൽക്കും, മേളിലോട്ട് വളരത്തില്ല. ഈ തീരെ പൊടി പോച്ച ഇങ്ങനെ പിച്ചെടുക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ പാടെന്ന് ഞാൻ പറഞ്ഞത്. മരത്തിൻ്റെ ചൂടൽ കൊണ്ട് ചെടി മുരടിച്ച് നിൽക്കും. എന്നിരുന്നാലും മഴ പെയ്യുമ്പം വളരെ ശക്തമായിട്ട് അടിപൊളിയായിട്ട് പോച്ച കിളിച്ച് വരുന്നതിന് മാത്രം ഒരു കുറവുമില്ല. ശരിക്കും നമുക്ക് മുറ്റം താണ്ട് ഇവിടെ വരെയുള്ള ഈ മേളിലോട്ട് കാണുന്നതൊക്കെ റബ്ബറാണ് അങ്ങോട്ട് കേട്ടോ. പിന്നെ ഇവിടെ കാടായതുകൊണ്ട് കുറച്ചുകൂടി ഞാനിങ്ങനെ തെളിച്ച് മുറ്റം പോലെ ഇങ്ങനെ ഇട്ടേക്കുന്നേ ഉള്ളൂ കേട്ടോ. അവിടെയാണ് നമ്മൾ തുണിയൊക്കെ വിരിച്ചിടുന്നത്. ഞാൻ ഇങ്ങനെ ഷാളൊക്കെ കെട്ടി പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഷാളൊക്കെ കെട്ടി ഡാൻസ് കളിക്കാൻ പോകണമെന്ന്. അല്ല, ഞാൻ പൊതുവേ ഞാനിങ്ങനെ മുറ്റം തൂക്കാൻ ഇറങ്ങുമ്പോൾ എനിക്കിങ്ങനെ ഷാൾ കെട്ടുന്നത് ഒരു പതിവാണ്. അപ്പോൾ അതങ്ങ് ശീലമായിപ്പോയി. അപ്പം അങ്ങനെ ചെടിയുടെ ഇവിടെ ഇങ്ങനെ തൂത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ മുളച്ച് വന്ന ചെറിയ തൈ കിട്ടി. അപ്പോൾ ഞാനതെന്ത് ചെയ്തു, ഒഴിഞ്ഞിരുന്ന ഒരു ചെടിച്ചട്ടിക്കകത്ത് നട്ടു വെച്ചേ. ഇത് നമ്മുടെ എന്തോ ലക്കി ബാമ്പു അങ്ങനെയാണെന്ന് പറയുന്നത്. അതിൻ്റെ മുളയാണ്, കൊച്ചു മുളയാണ്. അപ്പോൾ അത് എല്ലാം കൂടെ അത് തന്നെ അല്ലേ തന്നെ അത് ഒരുപാട് വളർന്ന് ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങനെ നിന്ന് പന്നലായി പോകണ്ട, ചട്ടിക്കകത്താകുമ്പോൾ ഇരുന്നോളുമല്ലോ. ചട്ടിക്കകത്താകുമ്പോൾ എനിക്ക് തോന്നി ഈ ചെടി ഒരുപാട് അങ്ങ് വളരത്തില്ലെന്ന് തോന്നി. നമ്മളത് തന്നെ എടുത്ത് തറയിൽ കുഴിച്ച് വെക്കുമ്പോൾ പക്ഷെ അത് ഒരുപാട് വലുതായിട്ട് വളരുന്ന പോണക്ക് എനിക്ക് തോന്നുന്നു. ആ ചെടിയുടെ പേര് അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ അവിടുത്തെ മാത്രം പോച്ചയെല്ലാം ഇങ്ങനെ പറിച്ചെടുത്തപ്പോൾ എനിക്ക് ശരിക്കും ഉറുമ്പിൻ്റെ കടി കിട്ടിയിട്ട് അവിടെ എല്ലാം കട്ടുറുമ്പിൻ്റെ കൂടായിരുന്നു, കറുത്ത ഉറുമ്പ്. കട്ടുറുമ്പിൻ്റെ കടി കിട്ടിയുള്ള വേദനയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ചെടിച്ചട്ടിയെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തിട്ട് അതെല്ലാം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ വെച്ച് പിന്നെ ഞാൻ അവിടെ എല്ലാം തൂത്തുവാരി ചപ്പെല്ലാം കൊണ്ട് ദൂരെ അപ്പുറത്തെ അയ്യത്താണ് കളയുന്നത്. അവിടെ എല്ലാം കളഞ്ഞ് ഫൈനൽ ഇതാണ്ട് മുറ്റം ഇങ്ങനെ വൃത്തിയായി അടിപൊളിയായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ. സത്യം പറഞ്ഞാൽ തൂക്കുമ്പോൾ തന്നെ പോച്ചയെല്ലാം പിച്ച് കളയുന്നത് കൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കേണ്ടി വന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടേണ്ടിയും വന്നില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോഴത് നമ്മുടെ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിയാണേ, നമ്മുടെ വഴിയാണ്, അപ്പുറത്ത് റോഡാണ്. ആ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അടുത്ത് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാതാണ് പോച്ച പറിച്ച് കളയുന്നത്. കാരണം എനിക്ക് ഗ്ലൗസ് ഉപയോഗിച്ച് തീരെ ചെറിയ പോച്ച ഇങ്ങനെ പറിച്ചെടുക്കുക എന്നുള്ളത് വളരെ പാടാണ്. അപ്പം തീരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഗ്ലൗസ് ഉപയോഗിക്കാത്തത് കേട്ടോ. നിങ്ങൾ പോച്ചയൊക്കെ ഇങ്ങനെ പിച്ചുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കണം. അങ്ങനെ ഫൈനലി നമ്മുടെ വീടിൻ്റെ മുറ്റം താണ്ടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.